ക്രിസ്ത്യാനികളായ അടിമകളെ ഉണരുവീൻ, നിങ്ങളുടെ ചങ്ങല പൊട്ടിച്ച് ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിപ്പാനുള്ള നാൾ ഇതാ വൈകിയിരിക്കുന്നു. എവർക്കും സ്വാഗതം. അതീവ ഗാംഭീര്യമുള്ളതും നമ്മുടെ അവസ്ഥകളോട് വളരെ ചേർന്ന് നിൽക്കുന്നതുമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അത് അർഹിക്കുന്ന ശ്രദ്ധ നിങ്ങൾ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അവരുടെ ദൗത്യത്തിന് അയക്കുമ്പോൾ അവരോട് ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത്, മനുഷ്യൻ സഹജീവിയെ അടിമയാക്കുകയും ആ അടിമത്വത്തിൽ അവനെ തളച്ചിടുകയും ചെയ്യുന്നത് ഭയം എന്ന ആയുധം അല്ലെങ്കിൽ തന്ത്രം ഉപയോഗിച്ചാണ്. ലോകത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം വേരൂന്നി നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിലാണ് എന്ന് ദൈവം അറിയുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ദൈവം വിലമതിക്കുന്നു, മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അടിമത്തത്തിലായി പോകുന്നത് സ്വർഗത്തിന് ഒരു വിധത്തിലും സ്വീകാര്യമല്ലാത്തതും സഹിച്ചുകൂടാത്തതുമായ ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് യേശു അടിമകളെ വിടുവിക്കാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് എന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ മുൻപ് അനേക വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മതത്തിൻ്റെ അടിമകളെ സൂചിപ്പിച്ചിട്ടാണ് കർത്താവ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നാം പ്രത്യേകമായി തിരിച്ചറിയണം. മനുഷ്യനെ അടിമയാക്കുന്നതിൽ, അവൻ്റെ മനോഭാവത്തിൽ അടിമത്വം കുത്തി നിറയ്ക്കുന്നതിൽ എക്കാലത്തും മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രബോധത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ വന്നത് അടിമകളെ വിടുവിക്കുവാനാണ്. അപ്രകാരം ഊന്നലോടുകൂടെ വ്യക്തമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യം, യഹൂദ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത് പശ്ചാത്തലമാക്കി യേശു സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യം, അതുവരെ കണ്ട ഏറ്റവും മഹനീയമായ മതം യഹൂദ മതമാണ് എന്നിരിക്കെ അതിനകത്തു പോലും മനുഷ്യൻ അനുഭവിക്കുന്ന പരാധീനത അടിമത്തം എന്നുള്ളതാണ്. മനുഷ്യനെ അടിമയാക്കാൻ ഏറ്റവും വലിയ വൈദഗ്ധ്യം പ്രാപിച്ചൊരു കൂട്ടരാണ് പുരോഹിതർ എന്നുള്ളത്. നിങ്ങൾ മതത്തെ വേണ്ടതുപോലെ പഠിച്ചാൽ, ഞാൻ മതത്തെ സോഷ്യോളജിയുടെ പക്ഷത്തു നിന്നും ചരിത്രത്തിൻ്റെ കണ്ണുകളിൽ കൂടെയും നരവംശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും തിയോളജിയുടെയും ഫിലോസഫിയുടെയും വെളിച്ചത്തിൽ പഠിക്കാൻ നന്നേ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏതെല്ലാം മതത്തിൽ എപ്പോഴെല്ലാം പുരോഹിത വർഗം ഉടലെടുത്തു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആ മതത്തെ ആചരിക്കുന്ന ആളുകളെ അടിമകളാക്കുവാൻ അത്ഭുതാവഹമായ ചാതുര്യം പുരോഹിതവർഗം കാട്ടിയിട്ടുണ്ട്. അതിന് അവർ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്നത് 2 ഘടകങ്ങളാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. 1 അന്ധവിശ്വാസം, 2 പണം. നിങ്ങൾ റോമൻ ചരിത്രം പഠിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് പ്ലിനി എന്ന ചരിത്രകാരൻ്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ, അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഞാൻ അങ്ങ് വിദൂരതയിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുക്കുന്നത് ആരും ഇന്ന സഭയെ അല്ലെങ്കിൽ ഇന്ന കൂട്ടരെ ഉദ്ദേശിച്ച് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് തോന്നാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ചരിത്രം നിഷ്പക്ഷമായി നമ്മോട് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് മനുഷ്യനെ അടിമയാക്കുവാൻ 3 ആയുധങ്ങളാണ് പ്രയോഗിക്കാൻ സാധ്യതയുള്ളത്. 1 വാൾ, സോഡ്. 2 മിത്ത്, അതായത് ഐഹികങ്ങൾ. 3
പണം. ഈ ഐഹികത്തിൽ കൂടെയാണ്, മിത്തിൽ കൂടെയാണ് സൂപ്പർസ്റ്റിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളം അല്ലെങ്കിൽ ഭാരതം പോലെയുള്ളൊരു സാഹചര്യത്തിൽ സഭയുടെ കയ്യിൽ വാളില്ല. ഒരു കാലത്ത് സഭയുടെ കയ്യിലായിരുന്നു ഏറ്റവും വലിയ വാൾ ഉണ്ടായിരുന്നത്. അത് സമർത്ഥമായി പ്രയോഗിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകത്തില്ല, സമയം കൈവിട്ടു പോകുക എന്നുകൊണ്ട് മാത്രം. വാൾ ഏറ്റവും സമർത്ഥമായി പ്രയോഗിച്ചത് സഭകളാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയാണ്. എന്നാൽ കത്തോലിക്ക സഭ മാത്രമല്ല താനും, അത് ചരിത്രമാണ്, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഭാഗ്യവശാൽ ഇന്ന് സഭകളുടെ കയ്യിൽ വാളില്ല എന്നത് നാം മനഃപൂർവ്വം ദൈവത്തെ സ്തുതിക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ പുരോഹിതവർഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ മിത്ത്, അതായത് പണ്ടത്തെ കഥകൾ, അവയെ ആസ്പദമാക്കി സൃഷ്ടിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പുരോഹിതന്മാരെയും മെത്രാന്മാരെയും വേണ്ടതുപോലെ ആദരിച്ചില്ല എങ്കിൽ, അവരെ അനുസരിച്ചില്ല എങ്കിൽ, അവരോട് ധിക്കാരം കാണിച്ചാൽ, അവരെ ഭയഭക്തിയോടെ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ ശപിക്കപ്പെടും. 7 തലമുറ വരെ അതിന് കണക്ക് പറയേണ്ടി വരും. പുരോഹിതന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ പാണ്ടിലോറി കയറി നീ ചത്തുപോകും എന്നൊക്കെ പറയുന്നത് ഈ അന്ധവിശ്വാസം കൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ എത്രമാത്രം സാധിക്കും എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ദൈവത്തെ നിയന്ത്രിക്കുന്ന ഈ പുരോഹിതവർഗം ദൈവത്തിൻ്റെ കോപം നമ്മുടെ നേരെ തിരിച്ചുവിടാനുള്ള ലൈസൻസ് പ്രാപിച്ചവരാണ് എന്ന ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ, നട്ടാൽ കുരുക്കാത്ത കള്ളം കൊണ്ടാണ് ജനങ്ങളെ ഇങ്ങനെ ഭീതി അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ്. ഇനിയും അതുകൊണ്ട് വാള് ഞാൻ പറഞ്ഞു, മിത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇനിയും പണം. എന്തിനാണ് പുരോഹിതവർഗത്തിന് ഇത്രമാത്രം പണം? പ്രത്യേകിച്ച് മെത്രാൻ കൈകാര്യം ചെയ്യുന്ന പണത്തിന് കൈയും കണക്കുമുണ്ട്. നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന സഭയ്ക്ക് കൊടുക്കണം. ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ പിടുങ്ങുക എന്നതാണ്. ജനങ്ങളെ ഊറ്റിക്കുടിക്കുകയാണ്. ഇത് എത്ര പേരെന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഓരോ എല്ലാ സഭയിലും പെട്ട ആളുകൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാരും തുറന്നൊരക്ഷരം പറയത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, മനുഷ്യരെ പേടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതന്മാർക്ക്, പ്രത്യേകിച്ച് മെത്രാന്മാർക്ക് വലിയ പണക്കൊഴുപ്പുണ്ട്. അവർ മണിമാളികളിൽ താമസിക്കുന്നു, അവർ വലിയ വലിയ കാറുകളിൽ കറങ്ങി നടക്കുന്നു, അവരുടെ ചങ്ങാത്തം മന്ത്രിമാരുടെ അപ്പന്മാരോടുമാണ് എന്നൊക്കെ വരുമ്പോൾ സാധാരണ മനുഷ്യൻ അവരെ കണ്ട് പേടിച്ച് വിറച്ചു, ഇവരെന്തു സാധനമാണ്, എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് പിന്നെ അവരെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് പണം ഉള്ളവൻ രാജാവാണ്, പണമാണ് ഏറ്റവും വലിയ ദൈവം എന്നതാണ് ആരും പറയാതെ ഉള്ളിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന സത്യം. അതുകൊണ്ട് മാത്രമാണ് എല്ലാ മെത്രാന്മാരും അവരുടെ അധികാരം കാണിക്കാൻ ആശ്രയിക്കുന്നത് ദൈവത്തോടുള്ള ഭക്തിയോ അനുസരണമോ കൂറോ വിധേയത്വമോ ഒന്നുമല്ല, ഭൗതികമായ അവരുടെ സമ്പത്താണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ അവിടെ വസ്ത്രങ്ങളിൽ പോലും നിങ്ങൾക്ക് ആ കൊഴുപ്പ് കാണാൻ സാധിക്കും. വസ്ത്രങ്ങളുടെ അല്പമടിയിലോട്ട് പോയാൽ ത്വക്കിൽ അതിൻ്റെ കൊഴുപ്പ് കാണാൻ സാധിക്കും. ത്വക്കിന് കീഴോട്ട് പോകരുത്, അവിടെ മുഴുവനും കൊഴുപ്പായിരിക്കും. ഇതിങ്ങനെ ഒരു വലിയ സംഭവം പോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നു? ഇച്ചിരി മനഃപൂർവ്വം ക്രൂഡായിട്ട് ഞാൻ സംസാരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ എൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളാണെന്നും അവർ വിശുദ്ധന്മാരാണെന്നും അവരെപ്പറ്റി ആരും ഒന്നും പറയരുത്, അവർ സാധാരണക്കാരൊന്നുമല്ല എന്ന വെറും പച്ച കള്ളം മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിച്ചാണ് അവരെ അടിമകളാക്കുന്നത്. ഈ യുക്തിരഹിതമായ ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാതെ അവർ ഒരിക്കലും ദൈവം അവർക്ക് നൽകിയിട്ടുള്ള അന്തസ്സ്, മനുഷ്യ അന്തസ്സ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ദൈവദാനമായ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിമാനം, ഇതൊന്നും അവർ തിരിച്ചറിയുകയോ വിലമതിക്കുകയോ ചെയ്യുകയില്ല. ക്രിസ്ത്യാനിക്ക് വന്ന ഏറ്റവും വലിയ അപകടം അവൻ ദൈവത്തിൻ്റെ പേരിൽ അടിമയാക്കപ്പെട്ടു എന്നതാണ്.
ലോകത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത അടിമത്തം മതം സംഭാവന ചെയ്യുന്ന അടിമത്തമാണ് എന്ന് ദയവായി തിരിച്ചറിയുക. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആഴത്തിൽ കടന്ന് ഓരോ വ്യക്തിയെയും മൃഗത്തേക്കാൾ മോശമായ വിധത്തിൽ അധപ്പതിപ്പിച്ച് അവന് ചിന്തിക്കാനുള്ള കഴിവ് നശിപ്പിച്ച് അവൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിച്ച് അവനെ ഏതാണ്ട് കാൽപ്പനികമായ ലോകത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അവൻ്റെ എല്ലാ സാധ്യതകളെയും മരവിപ്പിച്ച് ഒരു ഏതാനും ആളുകളുടെ സ്വകാര്യ സ്വത്തുക്കളായി അവനെ അധപ്പതിപ്പിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തെക്കാൾ പൈശാചികമായ മറ്റൊന്നുമില്ല. ഇതിന് നസ്രയനായ യേശുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നാം യേശുവിനെ മറന്നതുകൊണ്ടാണ് നാം അടിമത്തത്തിലേക്ക് വഴുതിപ്പോയത്. അടിമകളെ വിടുവിക്കുവാനാണ് ആയിട്ട് താൻ വന്ന് സത്യത്തിൻ്റെ വെളിച്ചമായ യേശു ഒരു വിധത്തിലും സന്ദേഹിക്കാൻ വകയില്ലാതെ വിളിച്ചു പറഞ്ഞിരിക്കെ ആ യേശുവിനെ ഉപേക്ഷിച്ച് നാം ഈ പീറ ആളുകളുടെ രാജ്യത്വത്തിൽ അംഗങ്ങളായി അടിമകളായി കഴിയുമ്പോൾ നാം ന്യായമായും ഏറ്റവും അധപ്പതിച്ച അടിമത്വത്തിൻ്റെ ഇരകളായിത്തീരും എന്നത് യുക്തിയാണ്. അത് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മധ്യത്തിൽ എന്ത് സംഭവിച്ചാലും, പുരോഹിതൻ ഏത് വഷളത്വം കാണിച്ചാലും, മെത്രാൻ ഏത് ധിക്കാരം കാണിച്ചാലും അവരോട് നന്ദിയുള്ളവരായിരിക്കണം. വിമർശിച്ചൊരു വാക്ക് പറയരുത്. തൊഴിച്ചാൽ തൊഴി കൊണ്ടോണം, കടിച്ചാൽ കടി കൊണ്ടോണം, അപമാനിച്ചാൽ അപമാനം സഹിച്ചുകൊള്ളണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കടമ എന്ന പൈശാചികമായി നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇത് എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ തറച്ചത് കൊണ്ടാണ് നമ്മുടെ ഓരോ സഭകളിലും ഇന്ന് സംഭവിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ ശേഷിയുള്ള 2 or 3 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള എബനേസർ മാർത്തോമാ സഭയിൽ നടന്ന സംഭവം അതിൻ്റെ ഓരോ അംശവും അതിൻ്റെ രേഖകൾ അനുസരിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ദയവായി വിശ്വസിക്കൂ, അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു നിലപാടെടുത്തത്. പക്ഷേ അതൊക്കെ സംഭവിച്ചിട്ടും ഏതാണ്ട് 2000-ഓളം അംഗങ്ങളുള്ള സഭയിൽ ഒരു സന്തോഷ് മാത്യു അല്ലാതെ വേറെ ആരെയും അത് തെറ്റാണ്. ജനങ്ങളെ ഇങ്ങനെ യേശുവിൻ്റെ പേരിൽ വഞ്ചിക്കുന്നത്, ഞായറാഴ്ച ആരാധനയുടെ മധ്യത്തിൽ ഈ നാടകവും വഞ്ചനയും ക്രിമിനൽ കുറ്റങ്ങളും അടങ്ങുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഒരു വിധത്തിലും സ്വീകാര്യമല്ല എന്ന് പറയാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഉള്ള ധൈര്യം പോലും ആരും കാണിച്ചില്ല. കാരണം നാം ഭീരുക്കളാണ്, നട്ടലില്ലാത്ത ഭീരുക്കളാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, നമ്മെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. തലമുറയായി നമുക്ക് കിട്ടിയ പരിശീലനം അടിമത്തത്തിൻ്റെ പരിശീലനമാണ്. പിന്നെ എങ്ങനെയാണ് നാം യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ധൈര്യം കാണിക്കും? തൻ്റെ ശിഷ്യന്മാരോട് യേശു ആവർത്തിച്ച് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ യുക്തി, ഭയപ്പെടുന്ന ഒരുത്തനും ഈ മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല എന്ന അടിസ്ഥാനപരമായ സത്യം കൊണ്ടാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അടിമകളായിരിക്കുന്നത് നല്ലതാണ്. അടിമയുടെ ഏക അവകാശം ഈ ഭയത്തിൽ ഇങ്ങനെ കിടന്ന് കരണ്ട് കിടക്കുന്നതാണ്. പിന്നെ നാം യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥയുടെ അരിഷ്ടത തിരിച്ചറിയുക. നമുക്ക് സംഭവിച്ച പതനം എത്ര ഭീകരമാണ് എന്ന് ദയവായി തിരിച്ചറിയുക. ഇതായിരുന്നില്ല യേശു വിഭാവന ചെയ്ത സഭ. അതുകൊണ്ട് ഈ വീണ് തകർന്നു പോയ, തരിപ്പണമായി പോയ അവസ്ഥ നമ്മുടെ അവസാനത്തെ അവസ്ഥയായി തീരാതിരിക്കത്തക്കവണ്ണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് യേശു പക്ഷപാത രോഗിയോട് പറയുന്ന വാക്കുകൾ ഓർത്ത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അതാണ് സുവിശേഷത്തിൻ്റെ ചോരത്തിളപ്പ്. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ട് കണ്ണടയുവാൻ ഇടയാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ദൗത്യത്തിൽ ഇറങ്ങിത്തിരിച്ചത് എനിക്ക് വട്ടുണ്ടായിട്ടല്ല. ഞാൻ സ്നേഹിക്കുന്ന
സഹവിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് സംഭവിച്ച ഈ അടിമത്വത്തിൻ്റെ നാണക്കേട് കണ്ട് മടുത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവരിൽ എന്തെങ്കിലും പ്രത്യാശ ഉണർത്തുവാൻ എന്താണ് മാർഗമെന്ന് ഞാൻ ദിനരാത്രങ്ങൾ ഇളച്ചിരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അവരെ ഭയത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് വിടുവിക്കുക. അതുകൊണ്ടാണ് ചില സംഭവങ്ങൾ, നമ്മുടെ മധ്യത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെടുത്ത് ശക്തമായ ഭാഷയിൽ തന്നെ, ചിലപ്പോൾ മനഃപൂർവ്വം മര്യാദയുടെ അതിർവരമ്പുകൾ കവച്ചു വെച്ച് ഞാൻ വീഡിയോയിൽ കൂടെ സംസാരിക്കുന്നു. കാരണം അനാവശ്യമായി ഈ ലോഹയിട്ട ആളുകളെ ഭയപ്പെട്ട് ദൈവത്തെ ഭയക്കുന്നതിനേക്കാൾ ഈ കൃമികളെ പോലെയുള്ള ആളുകളെ ഭയപ്പെട്ട് നമ്മുടെ തന്നെ മനുഷ്യത്വത്തിൻ്റെ മാറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിലൊരു വിടുതൽ ഈ അധപ്പതിച്ച അവസ്ഥയിൽ നിന്നുണ്ടാകണമെങ്കിൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് അവരെ ഭയത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. ആ വിടുതലിൻ്റെ ശുശ്രൂഷ നമ്മുടെ സാഹചര്യത്തിൽ നടക്കണമെങ്കിൽ ഈ പുരോഹിതവർഗം, പൈശാചികമായ പുരോഹിതവർഗം, ഇന്ന് കേരളത്തിൽ വളരെ ജനപ്രീതി ആർജിച്ച ഒരു പദപ്രയോഗമാണ് പാതിരി പാമ്പ് എന്നുള്ളത്. പാതിരി പാമ്പ്, വേറൊരു പ്രയോഗമോട് ഞാൻ പറയുന്നില്ല, അതെനിക്ക് പറയാൻ കൊള്ളാമെന്നല്ല. അപ്പോൾ ഈ ഒരു വർഗത്തോട് വിശ്വാസികൾ പരമ്പരാഗതമായി ലഭിച്ച ഈ ദുഷിച്ച പരിശീലനത്തിൻ്റെ ഫലമായി യുക്തിരഹിതമായ ഭയം 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 ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറിന് മുൻപ് തൃശ്ശൂരിൽ നിന്ന് ഒരു നല്ല മാർത്തോമക്കാരൻ എന്നെ ഫോണിൽ വിളിച്ച്, അദ്ദേഹത്തിന് 83 വയസ്സ് പ്രായമുണ്ട്, 83 വയസ്സ്. എന്നിട്ട് എന്നോട് പറയുന്നു, ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് ഞങ്ങൾ മടുത്തു. ഒരു പയ്യനാണ്, അവൻ ഞങ്ങളോടൊക്കെ ഇടപെടുന്നതിൻ്റെ ധാർഷ്ട്യം കണ്ടാൽ ചോര തിളയ്ക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അഹങ്കാരം, ധിക്കാരം, മറ്റെങ്ങും ചിലവാകാതെ കിടന്നത് 5.5 മീറ്റർ തുണിയും തയ്പ്പിച്ച് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഏതാണ്ട് വലിയ രാജാവാണ് എന്ന വിധത്തിലാണ് പാവപ്പെട്ട ആളുകളിട്ട് ചവിട്ടി മതിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആളുകളോട് മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് നീ കൂലിവേലക്കാരനാണ്, നിന്റെ പണിക്ക് പോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഈ ദുരവസ്ഥയിൽ എൻ്റെ ജനം ആയിപ്പോകുന്നത്. ഒരു വിടുതൽ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. നാം അടിമകളാണ്. നമ്മെ അടിമകളാക്കുന്നവർ പിശാചിൻ്റെ സന്തതികളാണ്, സംശയിക്കണ്ട. നിങ്ങൾ ഭയപ്പെടരുത് എന്ന് യേശു പറയുമ്പോൾ ഭയം മൂലം നിങ്ങളെ ഇട്ടിരിക്കുന്ന ആളുകൾ യേശുവിൻ്റെ അനുയായികളാണോ പിശാചിൻ്റെ അനുയായികളാണോ? നിങ്ങൾ പറയൂ, ചിന്തിക്കൂ, അല്പസമയം ചിന്തിക്കൂ. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ഒരു വലിയ വിടുതലിൻ്റെ ആവശ്യമുണ്ട്. എപ്രകാരം മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ജനം വിടുതൽ പ്രാപിച്ച വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വന്നുവോ, അപ്രകാരം തന്നെ ഒരു 2ാം വിടുതലിൻ്റെ ആവശ്യം ഇന്ന് കേരളത്തിനുണ്ട്. എൻ്റെ ജനം അടിമത്തത്തിലായിരിക്കുന്നു, അവരെ വിടുവിക്കുക സ്വർഗത്തിൻ്റെ അജണ്ടയാണ്. അത് ആരംഭിക്കേണ്ട നാളിതാ വൈകിയിരിക്കുന്നു. അതിൻ്റെ ചില നാന്ദികൾ മാത്രമാണ് സന്തോഷ് മാത്യുവിനെ പോലെ അങ്ങുമിങ്ങും നല്ല താല്പര്യവും ദൈവഭക്തിയുമുള്ള യുവാക്കന്മാരുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ചിതറിക്കിടക്കുന്നു. അവരെ വേണ്ടതുപോലെ ഒന്ന് വിലമതിക്കുവാനോ അവരോട് സഹകരിപ്പാനോ മനോബലമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു. അവർ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒറ്റപ്പെടുന്നവരെ സഭയുടെ എന്താണ് പറയുന്നത്, മുതലാളിമാർ, മതമാടമ്പികൾ ചവിട്ടി മതയ്ക്കുന്നു, അല്ലെങ്കിൽ തേജോവധം ചെയ്യുന്നു, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നു. സഭാ നേതൃത്വം എക്കാലത്തും ഉപയോഗിച്ചത്, അവരൊരിക്കലും നേരെ 2 വാക്ക് പറയില്ല. അവർ കുശുകുശുത്ത്, റൂമർ മോങ്കറിങ് എന്ന് പറയും. ആളുകളുടെ ചെവിയിൽ, ഏദൻ തോട്ടത്തിൽ എങ്ങനെയാണ് സാത്താൻ പാമ്പിനെ പോലെ വന്ന്
ഹവ്വയുടെ ചെവിയിൽ മന്ത്രിച്ച് അവളെ കുഴപ്പത്തിലാക്കിയത്, അതുപോലെ ചെവിയിൽ മന്ത്രിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ വിഷം കലർത്തുന്ന പരിപാടി അവർക്ക് അറിയത്തുള്ളൂ. ഞാൻ 2600-ൽ പരം വീഡിയോകൾ നിങ്ങളുമായി പങ്കിട്ടിട്ടുണ്ട്. അതിൽ അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി എനിക്കെതിരെ ഈ വിസ്പർ ക്യാമ്പയിൻ നടത്തുന്ന പുരോഹിതരും മെത്രാന്മാരും കേരളത്തിൽ എല്ലാവരും അങ്ങനെയാണ്. അതിൽ ഒരാൾ പോലും തൻ്റെ ഇടത്തോടുകൂടെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഞാൻ തെളിയിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ധൈര്യം ആർക്കുമില്ല. ഈ ഭീരുക്കളാണ് നിങ്ങളെ അടിമകളാക്കുന്നത്. ഈ ഭീരുക്കളാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഈ ഭീരുക്കളാണ് നിങ്ങളെ അവരെക്കാൾ വലിയ ഭീരുക്കളാക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള ചങ്ങല പൊട്ടിപ്പോകും. നിങ്ങൾ വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കാണും. നിങ്ങൾ വീണ്ടും ദൈവം നിങ്ങൾക്ക് നൽകിയ മനുഷ്യ അന്തസ്സിൻ്റെ മാറ്റ് തിരിച്ചറിയും. ആ ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാലത്ത് കഴിയുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ അർപ്പിക്കാമെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അത് തടുക്കാൻ ലോകത്തിലാർക്കും സാധ്യമല്ല എന്ന മൂർച്ചയേറിയ വിശ്വാസമാണ് ഈ കാലത്ത് എന്നെ നിലനിർത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേരളത്തിലെ വിശ്വാസികളെ ഉണരുവീൻ, ഭയത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവീൻ. നിങ്ങളുടെ വിടുതലിൻ്റെ നാളിത സമാഗതമായിരിക്കുന്നു. ഹല്ലേലൂയ.